പാഠം 1020 ദൈവത്തിന്റെ കളികൾ. ചായ കൊണ്ട് അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു ഞാൻ. കുറച്ചു നേരം ഞാൻ നോക്കിയിരുന്നു. നിന്നെ വിളിച്ച നീ പറയും നിനക്ക് അടുക്കളയിൽ 1000 കൂട്ടം ജോലിയുണ്ട്, അതിനിടയിൽ ചായ എടുത്തുകൊണ്ട് വരാൻ സമയവും സൗകര്യവുമില്ല എന്ന്. വെറുതെ അത് കേൾക്കണ്ടല്ലോ എന്നോർത്ത് ഇങ്ങോട്ട് വന്നു. രാവിലെ ചുമ്മാ വഴക്കുണ്ടാക്കാൻ നിൽക്കില്ല എന്റെ മോനട്ടാ. മര്യാദയ്ക്ക് ചായ കുടിച്ചിട്ട് വേഗം പോയി കുളിച്ച് വേഷം മാറണം, ഓഫീസിൽ പോണ്ടേ. അതെ, മോഹനയുടെ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, തലക്കുളത്തുള്ളത് പറഞ്ഞു. അവിടെ എന്തോ പ്രത്യേക നേർച്ച ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. ഇഷ്ടഫലസിദ്ധിക്കുള്ള പ്രത്യേക നേർച്ച. ആ നേർച്ച കഴിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഉറപ്പായും സാധിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. പ്രമോഷന്റെ കാര്യത്തിൽ അടുത്ത മാസം ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ അവിടെ വരെ ഒന്ന് പോകാനിരിക്കുകയാണ്. ഇനിയിപ്പോ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് ഒരു ദോഷവും വരാൻ പാടില്ലല്ലോ. അവിടെ നേർച്ച നടത്തിയ കാര്യം സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണോ? നിന്നെ പോലുള്ള സംശയരോഗികൾക്ക് പ്രയോജനം ഉണ്ടാവില്ല. ആദ്യം അടിയുറച്ച ദൈവവിശ്വാസം ഉണ്ടാകണം. വിശ്വാസത്തോടെ ഒരു നേർച്ച നടത്തിയാൽ അതിന് ഫലമുണ്ടാവും എന്ന കാര്യത്തിൽ എന്താണ് സംശയം? എത്ര രൂപ അവിടെ നേർച്ചയ്ക്ക്? ഞാൻ പറഞ്ഞ നേർച്ചയ്ക്കാണെങ്കിൽ 500 രൂപ. ഫലം കിട്ടുമല്ലോ അല്ലേ? നീ എന്താ ദൈവത്തെ കളിയാക്കണം? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. നല്ല ചായ. ഉത്തമ, ഞാനാണേ. ഉത്തമനിപ്പോ എവിടെയുണ്ട്? അത് നന്നായി. എനിക്ക് അത്യാവശ്യമായിട്ട് ഉത്തമനൊന്ന് കാണേണ്ട കാര്യമുണ്ട്. പെട്ടെന്ന് ഇതുവഴി ഒന്ന് വാ. കാര്യമൊക്കെ ഇവിടെ വരുമ്പോ ഞാൻ പറയാന്ന്. അത്യാവശ്യമാ. ഇവിടെ വന്നിട്ട് വേറെ എവിടേക്കായാലും പോകാവുള്ളൂ. ശരി. എന്താണ് ഉത്തമനുമായിട്ടൊരു ഇടപാട്? ശരിക്കുള്ള ഇടപാട് ഉത്തമനുമായിട്ടല്ല. ഞാനൊരു ഭയങ്കര വക്കീലാകാൻ പോവുകയാണല്ലോ, അതിനുള്ള ചില മുൻകരുതൽ എടുക്കാനാണ്. ഇപ്പൊ വക്കീലല്ലേ? മനസ്സിലായില്ല. എന്ത്? നീ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല. ആദ്യം നീ എന്നോട് തലക്കുളം ക്ഷേത്രത്തിലെ നേർച്ചയുടെ ശക്തിയെ കുറിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോ നീ ഉത്തമനെ വിളിച്ചു. ഇപ്പൊ നീ പറയുന്നു നീ ഭയങ്കരമായൊരു വക്കീലാകാൻ പോകുന്നു എന്ന്. ഇതൊക്കെ തമ്മിൽ എന്താണ് ബന്ധം? മോഹനേട്ടന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ബലരാം സാറിന് അറിയാമോ? അറിയാമെങ്കിൽ അറിയാമായിരിക്കും. മാസത്തെ 2 വസ്തു കച്ചവടങ്ങൾ നടത്തുന്ന ആളാണല്ലോ ബലരാമൻ സാറ്. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമായിട്ട് എന്തായാലും വില്ലേജ് ഓഫീസിൽ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. ഈ ബലരാമൻ സാറിന്റെ കേസുകൾ സ്ഥിരമായി വാദിച്ചുകൊണ്ടിരുന്നത് ജോൺസൺ വക്കീലാണ്. കഴിഞ്ഞ മാസം ജോൺസൺ വക്കീൽ ഒരു കേസ് വാദിച്ച് ഭംഗിയായിട്ട് തോറ്റു കൊടുത്തു. അതോടെ ബലരാമ സാറും ജോൺസൺ വക്കീലും തമ്മിലുള്ള ആ ബന്ധം അങ്ങ് വഷളായി. അതാണ്. തോറ്റ കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പോണ ഇപ്പൊ ബലരാമ സാറ്. തോറ്റ വക്കീലിനെ കൊണ്ട് വീണ്ടും പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ബലരാമ സാറിന്റെ ഹൈക്കോടതിയിലെ കേസ് വാദിക്കുന്നത് മിക്കവാറും ഈ അഡ്വക്കേറ്റ് സത്യഭാമയായിരിക്കും. കണ്ട 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 ഇത്രയും ആയപ്പോഴേക്ക് മോഹനേട്ടൻ ഞെട്ടി. അപ്പൊ ഞാൻ ഹൈക്കോടതിയിൽ കേസ് വാദിച്ച് ജയിച്ചു കഴിയുമ്പോ മോഹനേട്ടൻ എന്തുമാത്രം ഞെട്ടും. ആ കേസ് വാദിച്ച് ജയിച്ചതിന്റെ പേരിൽ എനിക്ക് ഹൈക്കോടതിയിൽ ഇനിയും കേസുകൾ വരുമ്പോൾ മോഹനേട്ടൻ പിന്നെ ഞെട്ടില്ലേ? അങ്ങനെ ഞാൻ സ്ഥിരമായ ഒരു ഹൈക്കോടതി വക്കീലാവുമ്പോ മോഹനേട്ടൻ ഞെട്ടി ബോധം കെട്ട് വീഴും. വിളിച്ചെന്തിനാണെന്ന് പറഞ്ഞില്ല, അത് പറ. അതായത് മോനേട്ടാ, ബലരാമ സാറിന്റെ കേസ് എനിക്ക് തന്നെ കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണെങ്കിലും ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പണ്ട് ബലരാമ സാറിന്റെ കേസ് വാദിച്ചുകൊണ്ടിരുന്ന ആ ജോൺസൺ വക്കീല് എങ്ങനെയെങ്കിലും വക്കാലത്ത് തിരിച്ചു കിട്ടാനായിട്ട് ചില തരികട പരിപാടികൾ കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു.
ഈ ബലരാമ സാറിനെ പോലെ ഒരു കക്ഷി കയ്യിൽ നിന്ന് പോവാതിരിക്കാനായിട്ട് ഏത് വക്കീലും ഒന്ന് ശ്രമിച്ചു നോക്കൂലോ. അതുകൊണ്ട് ഈ ബലരാമ സാറിന്റെ ഭാര്യയുടെ ചില ബന്ധുക്കളെ വഴി എങ്ങനെങ്കിലും കേസ് തിരിച്ചു പിടിക്കാനാണ് ജോൺസൺ വക്കീൽ ഇപ്പൊ നോക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭാര്യയുടെ വാക്കിൽ ഭർത്താവ് വീഴുമല്ലോ. ഞാൻ വീഴില്ല. അയ്യോ മോനട്ടാ, ഞാൻ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ കാര്യം പറയുന്നത്. അപ്പോ അങ്ങനെ ബലരാമ സാറിന്റെ ഭാര്യ വഴി ജോൺസൺ വക്കീൽ ചില നമ്പറുകൾ ഇറക്കുന്നതുകൊണ്ടാണ് ഇതുവരെയായിട്ടും എനിക്ക് വക്കാലത്തുപ്പെട്ട് കിട്ടാത്തത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനകം ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ. എങ്കിലും തിങ്കളാഴ്ച എങ്കിലും ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അതായത് മോഹനട്ടാ, എന്റെ കഴിവിലും സാമർത്ഥ്യത്തിലും എല്ലാം ബലരാമ സാറിന് വിശ്വാസമുണ്ട്. പിന്നെയുള്ളത് മറ്റു വഴിക്കുള്ള ഈ സ്വാധീനമാണ്. അതുണ്ടാവാതിരിക്കാനായി തലക്കുള ക്ഷേത്രത്തിൽ ഒരു നേർച്ച കഴിപ്പിച്ചാലോ? എങ്ങനെ ഉണ്ടാവും? അവിടെ നേർച്ച കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിചാരിച്ചു കയറി നടക്കുന്ന മോഹനട്ട പറഞ്ഞില്ലേ, 500 രൂപയുടെ പ്രശ്നമല്ലുള്ളൂ. ആ നേർച്ച കഴിക്കാത്തതുകൊണ്ട് ഇനി എനിക്ക് ആ കേസ് കിട്ടാതാവണ്ട. എനിക്ക് എന്തായാലും ഇന്ന് അവിടം വരെ പോകാൻ സമയമില്ല. അപ്പൊ പിന്നെ ഉത്തമന് പൈസ ഏൽപ്പിച്ചാ പോരെ. അതുകൊണ്ടാണ് ഉത്തമനോട് വരാൻ പറഞ്ഞത്. മനസ്സിലായോ? ഹൈക്കോടതി കേസ് കിട്ടാൻ വേണ്ടി ക്ഷേത്രത്തിൽ നേർച്ച. അതിനെന്ത്? നിനക്ക് കേസ് പിടിച്ചാതിരിക്കുക ദൈവങ്ങള് ഇതാണോ കരുതിയിരിക്കുന്നത്? ആമേ, കേസ് തരുന്നത് ദൈവങ്ങളല്ല, കക്ഷികളാണ്. മോഹനേട്ടന്റെ പ്രമോഷൻ കാര്യത്തിന് അടുത്ത മാസം തലക്കുളത്ത് പോകാനിരിക്കുകയാണെന്നല്ലേ മോഹനേട്ടൻ പറഞ്ഞത്? മോഹനേട്ടന്റെ പ്രമോഷൻ ശരിയാക്കാനിരിക്കുകയാണോ ദൈവം? പ്രമോഷൻ തരേണ്ടത് സർക്കാരാണ്, ദൈവമല്ല. അതൊന്നും 2 കാര്യങ്ങളാ. ഒരിക്കലുമല്ല. നേർച്ച കഴിച്ചാൽ മോഹനേട്ടന് പ്രമോഷൻ കിട്ടുമെങ്കിൽ എനിക്ക് കേസും കിട്ടും. ഉത്തമ ഇത്ര പെട്ടെന്ന് എത്തിയോ? 500 രൂപ നേർച്ചയ്ക്കെന്നല്ലേ പറഞ്ഞത്? ഈശ്വരാ, ഒരു 500 രൂപ ഇതിനകത്ത് വെച്ചായിരുന്നു. ഇത് തന്നെ കൊടുത്തിട്ട് വരാട്ടാ. നമസ്കാരം. എന്ത് അത്യാവശ്യം കാണാമെന്ന് പറഞ്ഞേ? അതോ, ഉത്തമ രാവിലെ ഭയങ്കര തിരക്കിലാണോ? അങ്ങനെ ചോദിച്ച തിരക്കാണ്. 9 മണിക്ക് പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടൻ ഒന്ന് കാണണം. 10:30 മണിക്ക് പഞ്ചായത്ത് സെക്രട്ടറി അരവിന്ദാക്ഷ സാറിനെ ഒന്ന് കാണണം. അത് കഴിഞ്ഞാ ബ്ലോക്ക് ഓഫീസിൽ പോയിക്കോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനേക്കാട്ടിലും വളരെ അത്യാവശ്യമുള്ള വേറൊരു കാര്യമുണ്ട്. എന്താണ് വക്കീലെ? തലക്കുളത്ത് ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, അത് ഉത്തമൻ അറിയാമോ? അയ്യോ, അറിയാം. തലക്കുളം പിന്നെ ഭയങ്കര ശക്തിയുള്ള പ്രതിഷ്ഠയാണെന്നാണ് എല്ലാരും പറയുന്നത്. പിന്നെ അവിടെ എന്തോ പ്രത്യേകതര ഒരു നേർച്ചയുണ്ട്. അത് നടത്തിയാൽ എന്ത് കാര്യവും നടക്കുമെന്നാണ് മൊത്തത്തിൽ കേൾക്കുന്നത്. അത് തന്നെയാണ് കാര്യം. എനിക്ക് ഹൈക്കോടതി ഒരു കേസ് വന്നിട്ടുണ്ടേ. സംഗതി വലിയ കേസാണ്. പക്ഷേ കക്ഷിക്ക് എന്നെ അത്ര കണ്ടങ്ങ് വിശ്വാസം ആവുന്നില്ല. സദാനന്ദ സാറ് പറഞ്ഞിട്ടും അയാൾ പിന്നെ സംശയിച്ചു നിൽക്കുക. അങ്ങരുടെ ഈ സംശയം ഒന്ന് മാറിക്കിട്ടാൻ ഒരു നേർച്ച നേർന്നാലോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഹൈക്കോടതിയിലെ കേസിന്റെ കാര്യത്തിലൊക്കെ ഈ നേർച്ച ഫലിക്കുമോക്കില്ലേ? ഏത് കാര്യത്തിലും ഫലിക്കും. ഇന്ന് തന്നെ നേർച്ച നടത്തിയാലേ കാര്യമുള്ളൂ. വൈകുന്നേരത്തിന് മുന്നേ കക്ഷി വക്കീലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. അതുകൊണ്ട് എത്രയും വേഗം ഉത്തമൻ തലക്കുളത്ത് പോയിട്ട് ഈ നേർച്ച നടത്തണം. ഞാനാ? അല്ല, എനിക്കൊന്നും ഒട്ടും സമയമില്ല. എനിക്ക് സമയമില്ലെന്ന് വേറെ ആരെങ്കിലും വിട്ടാ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. സത്യഭാമ തിരുവാതിര നക്ഷത്രം, അത് പറഞ്ഞാ മതി. അല്ല പക്ഷെ വക്കീലെ, എനിക്ക് ഈ ഗോപാലൻകുട്ടി ചേട്ടനെ രാവിലെ കാണുകയും വേണം. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഹൈക്കോടതി ഒരു കേസ് കിട്ടുന്നതിനെക്കാട്ടിലും വലിയ എന്ത് അത്യാവശ്യം ഉത്തമനുള്ളത്? 500 രൂപയുണ്ട്. അവിടുത്തെ നേർച്ചയ്ക്ക് 500 രൂപയാ. വെച്ചോ, പിടിച്ചോ. അല്ല വക്കീൽ, എനിക്ക് പഞ്ചായത്ത് മെമ്പറെ ഗോപാലൻകുട്ടി ചേട്ടനെ ഇന്ന് എന്നെ കാണണം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നേരം വിട്ട 9:30 ആകുമ്പോഴേക്കും തലക്കുളത്തെത്തും. നേർച്ച നടത്തി തിരിച്ച് 10:30 ആകുമ്പോഴേക്കും പഞ്ചായത്ത് ഓഫീസ് എത്തിക്കൂടെ? അല്ല, അത് എന്താണെന്നറിയാമോ? ഞാൻ ഹൈക്കോടതി വക്കീലായിട്ടുണ്ടെങ്കിൽ അതിന് അഭിമാനം ഉത്തമനും കൂടിയാണേ. ഒരു ഹൈക്കോടതി വക്കീലിനെ പരിചയമുണ്ടെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണ് ഉത്തമ. പിടിച്ചേ. ശരി, ഓക്കെ. ഇതിപ്പോ എന്ത് ചെയ്യും? ഇതുവഴി വരണ വക്കീലെ, അത് പിന്നെ സാർ ഇവിടെ ഉണ്ടായിരുന്ന വക്കീല് ഹൈക്കോടതിയിൽ കേസ് കിട്ടിയെന്ന് പറഞ്ഞു. കോൾ അടിച്ചല്ലേ? ഇനിയിപ്പോ ചോദിക്കുന്ന കാശ് കിട്ടുമല്ലോ. അതല്ല ഇവിടുത്തെ പ്രശ്നം. പുതുവനിപ്പോ
എന്റെ സാറ് ഒന്നും പറയണ്ട. 9 മണിക്ക് ഗോപാലൻകുട്ടി ചേട്ടനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ വക്കീൽ എന്നെ വിളിച്ചു വരുത്തിയിട്ടാ ഈ പൈസ എന്നിട്ട് തലക്കുള ക്ഷേത്രത്തിൽ പോയി ഒരു നേർച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇനിയിപ്പോ ഗോപാലൻകുട്ടി ചേട്ടനെ വൈകുന്നേരം കഴിഞ്ഞാൽ കാണാനും പറ്റും. എന്തിനു സാറേ? നേർച്ചയൊക്കെ ഞാൻ കഴിപ്പിച്ചോളാം. ഉത്തമ പൈസ എടുക്കുക. സാർ അങ്ങനെയാണ് തലക്കുളത്ത് പോകുന്നത്. ഇന്ന് ആഫീസിൽ പോട്ടെ. ഉത്തമ, ഈ നേർച്ച കഴിച്ചാലല്ലേ അവൾക്ക് ഹൈക്കോടതിയിൽ കേസ് കിട്ടൂ. തൽക്കാലം അവൾ ഇവിടുത്തെ കോടതിയിലേക്ക് വാദിച്ചാൽ മതി. ഹൈക്കോടതിയിൽ കേസ് വാദിക്കാവുന്ന കാലത്ത് ഞാൻ തന്നെ പോയി നേർച്ച നടത്തിക്കൊള്ളാം. അയ്യോ സാറേ, അതിപ്പോ വക്കീൽ ചോദിക്കൂലേ എന്റെ അടുത്ത്? അവൾ ചോദിക്കും. അപ്പോ ഉത്തമൻ തലക്കുളത്ത് പോയി നേർച്ച എല്ലാം നന്നായി കഴിപ്പിച്ചു എന്നങ്ങ് പറഞ്ഞേക്കണം. ഉത്തമന് പറഞ്ഞ സത്യമാണോന്ന് അറിയാൻ ക്ഷേത്രത്തിൽ വിളിച്ച് അന്വേഷിക്കാനും പോകുന്നില്ലല്ലോ. അത് ദൈവത്തെ വിളിക്കോ? അല്ല, പക്ഷെ അത് ശരിയാണോ സാറേ? ഈ വീട്ടിൽ ഞാൻ പറയുന്നതാണ് ശരി. വേറെ സ്ഥലം ഇവിടെ കൃത്യം 9:30 ആകുമ്പോൾ ഭാമയെ വിളിച്ച് നേർച്ച കഴിപ്പിച്ചു എന്ന് പറഞ്ഞേക്കണം. എങ്കിലും സാറേ ഭയങ്കര മോശമാണ് കേട്ടോ സാറേ. ഇത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ കരുതി കുളിക്കുകയാണെന്ന്. ഇന്ന് ആഫീസിലൊന്നും പോകുന്നില്ലേ? ആഫീസിൽ പോകാൻ സമയമാകുമ്പോ ഞാൻ പോയിക്കോളൂ. ഇതുവരെ ഞാൻ വൈകി ആഫീസിൽ ചെന്ന ചരിത്രമുണ്ടോ? അയ്യോ ഇല്ലേ. ഷർട്ട് മുണ്ട് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് വന്ന് വേഗം ഡ്രസ്സ് മാറാൻ നോക്കാം. അപ്പോഴേ ഞാൻ കഴിക്കാൻ എടുക്കാം. പിന്നെ മോനട്ടാ, ഞാനിന്ന് വൈകിട്ട് കുറച്ച് വൈകാൻ സാധ്യതയുണ്ട്. മോഹനേട്ടൻ വരുന്നതിന് മുന്നേ എത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വില്ലേജ് വിളിച്ച് പറഞ്ഞോളാം. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ദിവസത്തേക്ക് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടേക്ക് പോന്നാ മതി. ഞാൻ പറഞ്ഞില്ലേ ഹൈക്കോടതിയിൽ ഒരു കേസിന്റെ കാര്യം. എനിക്ക് വക്കാലത്ത് തരാൻ തീരുമാനമായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ബലരാമ സാറിനെ ചിലപ്പോ കാണേണ്ടി വരുമല്ലോ. അങ്ങനെ ഭയങ്കര തിരക്കുള്ള മനുഷ്യനല്ലേ, എപ്പോഴാ കാണാൻ പറ്റുന്ന ആർക്കറിയാം. കിട്ടും. ഒന്നാമതെന്റെ സാമർത്ഥ്യം, പിന്നെ തലക്കൊടുത്ത നേർച്ചയുടെ ശക്തി, രണ്ടും കൂടി ആവുമ്പോ കേസ് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് ആ വക്കാലത്ത് കിട്ടിയ മോഹനേട്ടന് കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടാവും. തിങ്കളാഴ്ച അപ്പീല് ഫയൽ ചെയ്യണമെങ്കിൽ ഞായറാഴ്ച ഉച്ച കഴിയുമ്പോഴേക്കും കൊച്ചിക്ക് പോകേണ്ടി വരുമല്ലോ. തിങ്കളാഴ്ച അപ്പീല് ഫയൽ ചെയ്ത് കഴിഞ്ഞാലും കോടതിയിലെ ഇടപാടുകളൊക്കെ തീരാൻ വൈകുന്നേരം ആവും. അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ എനിക്ക് തിരിച്ചു വരാൻ പറ്റൂ. 2 ദിവസം മോഹനേട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ഇത് അപ്പീല് ഫയൽ ചെയ്യുമ്പോഴുള്ള കാര്യം. ഇനിയിപ്പോ കേസിന്റെ വാദം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും എനിക്ക് കൊച്ചി പോയി താമസിക്കേണ്ടി വരും. അതെന്തായാലും 1 മാസം കഴിഞ്ഞേ ഉണ്ടാവുകയുള്ളൂ. അതിനേരം നമുക്ക് അപ്പോഴേക്ക് ആലോചിക്കാം അല്ലേ? പെട്ടിയും കിടക്കെടുത്ത് ഹൈക്കോടതി പോണ എനിക്കൊന്ന് കാണണം. പ്രഹ്ലാദൻ ചേട്ടന് മിക്കവാറും സ്ഥലമാറ്റം ഉണ്ടാവുന്ന കേട്ടത്. കക്ഷി ആകപ്പാടെ വിഷമിച്ചിരിക്കുക. വിഷമിച്ചിട്ട് എന്താ കാര്യം? സർക്കാർ ഉദ്യോഗമാകുമ്പോ സ്ഥലമാറ്റമൊക്കെ ഉണ്ടാവും. അത് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? പ്രഭയ്ക്ക് അങ്ങനെ പറയാം. ദൂരെ എങ്ങോട്ടെങ്കിലും സ്ഥലമാറ്റം ഉണ്ടായാൽ ഞങ്ങൾ ശരിക്കും പെട്ടു. പ്രഹ്ലാദൻ ചേട്ടൻ വീട്ടിലില്ലെങ്കിൽ പിന്നെ ഞാനും അമ്മയും തമ്മിൽ എന്നും വഴക്കാം. അതൊരു പ്രശ്നം. പിന്നെ മോന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് നോക്കണ്ടേ? അതുപോലെ ചെലവും കൂടില്ലേ? ഇപ്പൊ തന്നെ കഷ്ടിയാ ജീവിതം. MLA പുരുഷോത്തമൻ ചേട്ടൻ ഒന്ന് കണ്ടു നോക്കാമായിരുന്നില്ലേ കാഞ്ചന സാറിന്? ജലസേചന വകുപ്പ് മന്ത്രി പുരുഷോത്തമൻ ചേട്ടന്റെ സ്വന്തം ആളാ. MLA പറഞ്ഞാ മന്ത്രി കേൾക്കും. ആ വഴിയൊക്കെ നോക്കിയതാ ശിശുപാലൻ ചേട്ടാ. MLAയോട് പറഞ്ഞപ്പോ അങ്ങേര് പറയാ, തൽക്കാലം പുതിയ സ്ഥലത്തേക്ക് ചാർജ് എടുക്ക്, അധികം താമസിക്കാതെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം വാങ്ങിത്തരാന്ന്. ഇതിപ്പോ MLA അല്ല, മന്ത്രി വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റുന്ന കേസല്ല. ഒക്കെ പ്രഹ്ലാദൻ ചേട്ടൻ വരുത്തി വെച്ചതല്ലേ. അങ്ങനെ പറയല്ലേ കാഞ്ചന സാറേ, ഇതൊക്കെ സർക്കാർ കാര്യങ്ങളാ, അല്ലാതെ കാഞ്ചന സാറ് പറയുന്ന പോലെ ഒന്നും അല്ല. ആര് പറഞ്ഞു? പ്രഹ്ലാദൻ ചേട്ടന്റെ ആഫീസിൽ വേറെ എത്രയോ പേരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത സ്ഥലം മാറ്റം പ്രഹ്ലാദൻ ചേട്ടൻ എങ്ങനെ വന്നു? കാഞ്ചനെ,
നമസ്കാരം സാർ. നമസ്കാരം. പ്രഹ്ലാദന് എങ്ങോട്ടാണ് സ്ഥലം മാറ്റം? ഓർഡർ വന്നില്ല, ഇന്ന് വരുമായിരിക്കും. എന്തായാലും സ്ഥലം മാറ്റം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലിത്ര വിഷമിക്കാനെന്തിരിക്കുന്നു? സർക്കാർ പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ നമ്മളൊക്കെ ജോലിക്ക് കയറുന്നത്? അതറിയാലോ. എന്റെ സാറേ, ഇത് സർക്കാരിന്റെ കുഴപ്പമൊന്നും അല്ല. പ്രഹ്ലാദൻ ചേട്ടൻ വരുത്തി വെച്ചതാ. ദൈവം നിന്ന് കാണിച്ച ഇങ്ങനെ ഇരിക്കും. ദൈവം നിന്നെയോ? കഴിഞ്ഞ ആഴ്ച ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്താൻ ഞാൻ പ്രഹ്ലാദൻ ചേട്ടന്റെ പൈസ കൊടുത്തു. പ്രഹ്ലാദൻ ചേട്ടൻ എന്താ ചെയ്തെന്ന് അറിയാവോ? ആ കാശ് അടിച്ചു മാറ്റിയിട്ട് വഴിപാട് നടത്തിയെന്ന് എന്നോട് കള്ളം പറഞ്ഞു. അയ്യോ, നേർച്ച കാശ് അടിച്ചു മാറ്റിയാൽ ദൈവകോപം ഉണ്ടാകാതെ ഇരിക്കോ സാറേ? ഇപ്പൊ സ്ഥലം മാറ്റത്തിൽ തീർന്നു. ചെയ്ത അന്യായം വെച്ച് നോക്കുമ്പോ ജോലി പോകേണ്ടതാ. ഞാനാ. ഒരു പ്രശ്നമുണ്ട്. ഉത്തമനൊന്ന് അത്യാവശ്യമായിട്ട് തലക്കുള്ള വരുന്ന് പോണം. അങ്ങനെ നടത്താൻ പറ്റില്ല. ഒന്ന് പോയാൽ പറ്റൂ. ഹലോ ഹലോ ഹലോ. ശിശുപാല, ഹലോ. അതെ സാർ, മോഹനകൃഷ്ണ. എന്താ സാർ? അതെ, അത്യാവശ്യമാണ് സാർ. ഓ ശരി സാർ, ഞാൻ വരാം. എന്റെ ദൈവമേ. സാർ, ശിശുപാല, താമസിക്കാരാണ് വിളിച്ചത്. എന്തോ അത്യാവശ്യമുണ്ട്. ഉടനെ താലൂക്ക് ഓഫീസിൽ ചെല്ലണമെന്ന്. എന്തായിരിക്കും കാര്യം? അതിപ്പോ വില്ലേജ് ഓഫീസറെ താലൂക്ക് ഓഫീസിലേക്ക് വിളിക്കാൻ അതിന് വലിയ കാര്യമല്ല വേണോ സാർ? അല്ല ശിശുപാല, ഇത് പ്രശ്നം. എന്തോ പരാതി എനിക്കെതിരെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിലായിരിക്കും. എന്ത് പരാതി? അതൊക്കെ പറയാൻ പറ്റുമോ? ഒക്കെ ഈശ്വരന്റെ കളിയല്ലേ. ഈശ്വര ക്ഷമിക്കണേ. ശിശുപാലൻ എനിക്കൊരു പാരം ചെയ്യോ? എന്താ സാർ? ഒന്ന് ഇതെടുത്തോണ്ട് തലക്കുളം വരെ ഒന്ന് പോണം. അവിടുത്തെ ക്ഷേത്രത്തില് ഒരു നേർച്ചയുണ്ട് ബാമയുടെ പേരില്. അത് ഉടനെ ചെയ്താലേ രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ ജോലി ഇന്ന് പോവും. അല്ല, രാവിലെ ഡെപ്യൂട്ടി തഹസിൽദാർ സുന്ദരേശൻ സാറിന്റെ കൂടെ സർവേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകാൻ ഇറങ്ങായിരുന്നു. അപ്പൊ എന്റെ ജോലി പോയാലും നിങ്ങൾക്ക് സമാധാനാവൂ. സാറ് തലക്കുളം വരെ ഒന്ന് പോയാലോ? അതെങ്ങനെയാ? 1 മണിക്കൂറിനുള്ളിൽ താലൂക്ക് ഓഫീസിലെല്ലാം തഹസിൽദാരെ വിളിച്ച് പറഞ്ഞിരിക്കുക. എല്ലാ വഴി അടഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തോട് കളിച്ച് എങ്ങനെ ഇരിക്കും? എന്താ സാറേ സംഭവം? എനിക്കൊരു അബദ്ധം പറ്റി. ഇനിയിപ്പോ എന്താ ചെയ്യുക?
എണീക്കേ എന്തുറ്റി? പിന്നെ ആ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഏ? വരികയും പെട്ടെന്ന് താലൂക്ക് ഓഫീസിൽ ഒന്ന് പോണം. താലൂക്ക് ഓഫീസിൽ പോവാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ? വല്ല കടലാസ് എടുക്കാനുണ്ടോ? ആ എങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞ പോരായിരുന്നോ? ഞാൻ ആരുടെയെങ്കിലും കൊടുത്തു വിടില്ലായിരുന്നോ? കടലാസൊന്നും എടുക്കാനില്ല. വേറൊരു പ്രശ്നമുണ്ട്. എന്താ? തലക്കുളത്ത് നേർച്ച നടത്തണമെന്ന് നീ പറഞ്ഞില്ലേ? അത് നടത്തണ്ടേ? എനിക്കാണെങ്കിൽ സമയമില്ല. താലൂക്ക് ഓഫീസിൽ പോയി പറ്റൂ. ശിശുപാലാണെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാർ സുന്ദരേശൻ സാറിന്റെ കൂടെ എവിടെയൊക്കെ പോണമെന്ന്. അതിന് നേർച്ചെടുത്ത ഉത്തമനെ ഞാൻ ഏൽപ്പിച്ചല്ലോ. പൈസയും കൊടുത്തു. അതെ. എന്താ? ആ പൈസ ഞാൻ പിടിച്ചു മേടിച്ചു. ഉത്തമൻ ഇറങ്ങിയപ്പോ തന്നെ പൈസ വാങ്ങിച്ചെടുത്തു. നേർച്ച വലിച്ച നീ കൈക്കോടതി പോകൂലേ? അപ്പൊ 3 ദിവസം ഞാൻ അവിടെ ഒറ്റയ്ക്കായി പോകുന്ന അർത്ഥം വെച്ച് ചെയ്തു പോയതാ. ഹൈക്കോടതി പോലെ ഞാൻ പറയാൻ സമ്മതിക്കില്ലല്ലോ. അപ്പൊ പിന്നെ എനിക്ക് ഈ ബുദ്ധിയാ തോന്നിയത്. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? അല്ല, നേർച്ച കഴിക്കാനുള്ള പൈസ അടിച്ചു മാറ്റിയ ഈശ്വരവും ഉണ്ടാവുന്ന എല്ലാരും പറയുന്നത്. ഞാൻ നിന്റെ പൈസ വാങ്ങിച്ചെടുത്ത തന്നെ തഹസിൽദാറിനെ വിളിച്ചോ. തഹസിൽദാരുടെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. നിന്റെ പൈസ, നിന്റെ നേർച്ച എടുത്തോ, എടുത്തോ, വേഗം എടുത്തോ. നീ തന്നെ പോയി നേർച്ച നടത്തിക്കോ. നേർച്ച നടത്താന്ന് പറഞ്ഞിട്ട് നടത്തിയില്ലേ പിന്നെ പ്രശ്നമായി പോവും. വേഗം പോ. ഇനി എന്റെ സത്യം പറയട്ടെ. എന്ത്? എനിക്ക് ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു കേസില്ല. ഞാൻ ചുമ്മാ പറഞ്ഞത്. ഞാൻ പോവാണെന്ന് പറയുമ്പോ മോനൊരു വെപ്രാളം ഉണ്ടാവില്ലേ? അത് ചുമ്മാ കാണാൻ വേണ്ടി ചെയ്തതാ. അയ്യോ, ഉത്തമൻ ഇവിടുന്ന് പോയി കഴിയുമ്പോ ഫോൺ ചെയ്ത് ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് പറയാന്ന് കരുതി. പക്ഷെ അപ്പൊ മുതൽ ഉത്തമന്റെ ഫോൺ ഓഫാ. എന്ത് പറ്റി ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ ഗുട്ടൻസ് പിടികിട്ടിയത്. പൈസ മോഹനേട്ടനെ ഏൽപ്പിച്ചതുകൊണ്ട് കക്ഷി എന്നെ പിടിച്ച് മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു. ഈ ഹൈക്കോടതി കേസുണ്ടെന്ന് മാത്രം പറഞ്ഞ ഒരു നാടകം ഇത് വരില്ലല്ലോ. അതുകൊണ്ടാണ് ഈ നേർച്ച കഥ ഉണ്ടാക്കിയത്. എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലേലും മോഹനേട്ടൻ പറഞ്ഞതാ ശരി. എനിക്ക് ഹൈക്കോടതി കേസ് പിടിച്ചു തരലാണോ ദൈവത്തിന്റെ പണി? മുൻപിൻ ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾ ഓർത്ത് പിന്നെയും പേടിക്കുകയും ചെയ്യുന്നത് മോഹനകൃഷ്ണന്റെ സ്ഥിരം പരിപാടിയാണ്. ഭർത്താവിനെ വെപ്രാളപ്പെടുത്തി കുസൃതി കാണിക്കുന്ന സത്യഭാമയും കൂടിയാവുമ്പോൾ സംഗതി കുശാലായി. എന്തായാലും ദൈവകോപത്തിൽ നിന്ന് വില്ലേജ് ഓഫീസർ രക്ഷപ്പെട്ട് കാണുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.